കാസർഗോഡ് സ്വദേശിയും പ്രവാസിയുമായ ഖലീലുല്ലാഹ് ചെമ്മനാടിനെ കുറിച്ചാണ് ഇനി. ഈ രംഗത്ത് ലോകപ്രശസ്തി തന്നെ നേടിക്കഴിഞ്ഞിട്ടുള്ള ഇദ്ദേഹം ഗിന്നസ് ബുക്കിൽ ഇടം തേടാൻ ഒരുങ്ങുകയാണ്. ഒരാളുടെ പേരെഴുതുമ്പോൾ അത് അയാളുടെ ചിത്രമാക്കി മാറ്റുന്ന രചനാശൈലിയാണ് അനാറ്റമിക് കാലിഗ്രഫി. അക്ഷരങ്ങൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്നത് അറബി നാടുകളിൽ പതിവാണെങ്കിലും ഈ ഒരു പുതിയ ശൈലി ലോകത്തിന് പരിചയപ്പെടുത്തിയത് മലയാളിയായ ഖലീലാണ്. ശാസ്ത്രീയമായി ചിത്രകലയൊന്നും അഭ്യസിച്ചിട്ടില്ലാത്ത ഈ കാസർഗോട്ടുകാരനാണ് ഇന്ന് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത്. അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ ആർട്ട് വിദ്യാർത്ഥികളുടെ പഠന വിഷയം ഇതാണ് എന്നറിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ മഹത്വം എന്തെന്ന് നമുക്ക് തിരിച്ചറിയാം. അറബിക് നാടുകളിലും ചൈനയിലും മാത്രമാണ് അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള ചിത്രരചനകൾ അധികം ഉണ്ടായിരുന്നത്. അതിൽ നിന്നുള്ള ഒരു പുതിയ കണ്ടെത്തലാണ് ഖലീലിന്റെ അനാറ്റമിക് കാലിഗ്രഫി. അധ്യാപനം ആരുണ്ടായിരുന്നില്ല. ഈ സംഭവങ്ങളെ ഞാൻ എൻ്റേതായിട്ടുള്ള രൂപത്തിൽ അക്കാദമിക് തലങ്ങളിലേക്ക് വളരെ അധികം കഠിനമായി പ്രയത്നിച്ചുകൊണ്ട് ഞാൻ കൊണ്ടുവരുന്നതാണ്. അതിൽ എൻ്റേതായിട്ടുള്ള ഒരു സംഭാവന എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വയമേവ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു ശൈലിയാണ് അനാറ്റമിക് കാലിഗ്രാഫി എന്ന് പറയുന്നത്. അനാറ്റമിക് കാലിഗ്രാഫി എന്ന് പറയുമ്പോൾ അത് ഒരാളുടെ പേര് എഴുതുമ്പോൾ അത് അയാളുടെ ചിത്രമായി ആ പേരിൽ അറബിക്കിൽ അയാളുടെ പേരിൽ വരുന്ന അത് അയാളുടെ ഒരു പോർട്രേറ്റ് ഒരു ചിത്രമായി മാറുന്ന ഒരു തരം ശൈലിയാണ്, ഒരു പുതിയൊരു തരം ചിത്രീകരണ ശൈലിയാണ്. പിതാവ് MS രീതി പതിവായി കൊണ്ടുവന്നിരുന്ന അറബിക് മാഗസിനുകളിലെ ചിത്രങ്ങളിൽ നിന്നാണ് ഖലീലിന് കാലിഗ്രഫിയോട് താല്പര്യമുണ്ടായത്. പിന്നീട് അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ചിത്രങ്ങൾ വരയ്ക്കുകയായിരുന്നു. UAE പ്രഥമ പ്രസിഡന്റായിരുന്ന ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താന്റെ ചിത്രമാണ് ലോകത്തിൽ തന്നെ ആദ്യത്തെ അനാറ്റമിക് കാലിഗ്രഫി ചിത്രം. 13-ാം വയസ്സിലായിരുന്നു ഖലീൽ അത് വരച്ചെടുത്തത്. പിന്നീട് അറബ് രാജ്യങ്ങളിലെ ഭരണാധിപന്മാരുടെയും നിയമപാലകരുടെയും നിരവധി ചിത്രങ്ങളാണ് ഈ ശൈലിയിലൂടെ പുറത്തുവന്നത്. അറബ് ഭരണാധികാരികളും ലോകപ്രശസ്ത കലാകാരന്മാരും ഖലീലിനെ അംഗീകരിച്ചപ്പോൾ ഒരു മലയാളിയാണെന്ന കാര്യം അവർക്ക് മുന്നിൽ പറയാൻ ഖലീലിന് ഒട്ടും മടിയുണ്ടായിരുന്നില്ല. എന്റെ അസ്തിത്വം മലയാളിത്വമാണ്. ഞാൻ മലയാളി എന്ന് വളരെയധികം പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എല്ലാ മീഡിയകളിലും ഞാനത് വളരെ കാര്യമായിട്ട് തന്നെ പറയാറുണ്ട്. കാരണം ഈ അടുത്ത് നമ്മുടെ 1, 2, 3 കാർട്ടൂൺ മൻമോഹൻ സിംഗിനെ കുറിച്ചുള്ള ഒരു 1, 2, 3 കാർട്ടൂണിന്റെ ഒരു ഇതുണ്ടായിരുന്നു ഞങ്ങളുടെ. അതിൽ ഞാൻ ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് അറബിക്കിൽ എഴുതി വെച്ചപ്പോൾ ആ അറബിക്കിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ കാലിഗ്രാഫി അന്ന് മീഡിയകളിൽ വന്നപ്പോൾ ഒന്നിലും ഞാൻ ഒരു മലയാളിയാണെന്നോ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനാണെന്നോ എന്ന് പോലുമുള്ള ഒരു സംബോധനയും ഞാൻ എവിടെയും കണ്ടില്ല. നേരെ മറിച്ച് ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ ന്യൂസ് വന്നപ്പോൾ അതിലൊക്കെ ഖലീലുല്ലാഹ് ചെമ്മനാട് സൗദിയിൽ നിന്നുള്ള ഒരു അറബി കാലിഗ്രാഫറായി മാറി. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു മലയാളിയാണ് എന്ന് അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. ഒട്ടകത്തിന്റെ രൂപത്തിൽ വരച്ച സൂറത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകത്തിൽ തീർത്ത വിളക്ക്, അല്ലാ എന്ന നാമത്തിൽ വരച്ച 99 ചിത്രങ്ങൾ തുടങ്ങിയവ ഖലീലിന്റെ ആദ്യകാല രചനകളാണ്. ഖുർആൻ സൂക്തങ്ങളും അറബിക് കവിതകളുമാണ് പിന്നീട് ഈ ശൈലിക്ക് വേണ്ടി ഇദ്ദേഹം ഉപയോഗിച്ചത്. പുരാതന അറബിക് കവികളുടെ രചനകൾ കുതിര, ഒട്ടകം, കാക്ക, സർപ്പം തുടങ്ങിയവയുടെ രൂപത്തിലാണ് വരച്ചിരിക്കുന്നത്. മുഹമ്മദ് എന്ന നാമത്തിൽ 600 ചിത്രങ്ങൾ വരച്ച് ഖലീൽ ഇപ്പോൾ ഗിന്നസ് ബുക്കിൽ ഇടം ചേരാൻ ഒരുങ്ങുകയാണ്. എന്റെ ഒരു സ്വപ്ന പദ്ധതി ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ മാനസികമായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കാലിഗ്രാഫി അത് ദുബായില് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഇസായിനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ
അനാറ്റമിക് കാലിഗ്രാഫി അത് ഏറ്റവും വലുതായിട്ട് ദുബായിൽ വരക്കുക എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഗിന്നസ് ബുക്കിലേക്ക് തുറക്കുന്ന ഒരു വാതിലായിരിക്കും അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കാലിഗ്രാഫിയുടെ ഒരു കാലിഗ്രാഫി ചിത്രമാണ് എൻ്റെ മനസ്സിൽ. ഞാനത് പ്ലാൻ ചെയ്തിട്ട് എനിക്ക് മാനസികമായിട്ട് ഞാൻ അതിനെ തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ഷെയ്ഖ് മുഹമ്മദിന്റെ കാലിഗ്രാഫിയും വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഖലീൽ വരച്ച പ്രശസ്തമായ രചനകൾ അറബ് മേളകളായ ആർട്ട് അവന്യൂ, ദുബായ് സെന്റർ, നാഷണൽ ഹോഴ്സ് ഫെയർ, ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തുടങ്ങി നിരവധി വേദികളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മൻമോഹൻ സിംഗിന്റെയും MA യൂസഫ് അലിയുടെയും ചിത്രങ്ങൾ വരച്ച ഖലീലിന് മലയാള മണ്ണായ കാസർഗോഡ് ഒരു വലിയ പ്രദർശനം ഒരുക്കണമെന്നുണ്ട്. കാലിഗ്രഫിയെ കുറിച്ച് അത്രയൊന്നും പരിചയമില്ലാത്ത ആളുകൾക്ക് പരിചയമൊരുക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം.